കാലപ്പഴക്കം കൊണ്ട് സുരക്ഷാ ഭീഷണിയിലാണ് കോഴിക്കോട് നാദാപുരം ചെക്കിയാട് ഗവൺമെന്റ് UP സ്കൂൾ. പുതിയ അധ്യയന വർഷം തുടങ്ങിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വിദ്യാർത്ഥികളും അധ്യാപകരും ദുരിതത്തിലാണ്. പുതിയ കെട്ടിടം വേണമെന്ന സ്കൂളിന്റെ ആവശ്യം ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ്. സർക്കാർ വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെട്ടെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും പലയിടങ്ങളിലും ഇത് യാഥാർത്ഥ്യമല്ല. കോഴിക്കോട് നാദാപുരം വിദ്യാഭ്യാസ ഉപജില്ലയിലെ ചെക്കിയാട് പഞ്ചായത്തിലെ ഏക സർക്കാർ UP സ്കൂളായ പാറക്കുടവ് സ്കൂളിന്റെ കെട്ടിടത്തിന് 100 വർഷത്തോളം പഴക്കമുണ്ട്. പഴക്കം കാരണം വലിയ സുരക്ഷാ ഭീഷണിയിലാണ് ഈ കെട്ടിടം. 300-ലധികം കുട്ടികൾ 1 മുതൽ 7 വരെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെയാണ് ഈ വർഷവും അധ്യയനത്തിന് തുടക്കം കുറിച്ചത്. സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം പറയുന്നത് സ്ഥല സൗകര്യമാണ്. അതുകൊണ്ടൊരു പുതിയ ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത്. പുതിയ കെട്ടിടം പണിയണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. തുടർന്ന് നാദാപുരം AEO ഓഫീസ് പുതിയ കെട്ടിടത്തിനുള്ള ഫയൽ നീക്കം ആരംഭിച്ചെങ്കിലും തുടർ നടപടികൾ വൈകുകയാണ്. പ്ലാനും എസ്റ്റിമേറ്റും സ്കൂളിനോട് തയ്യാറാക്കി കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനായി 2 ലക്ഷത്തോളം രൂപ സമാഹരിക്കേണ്ടത് സ്കൂളിന്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. ഏകദേശം 110 വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടത്തിലാണ് പാറക്കുടവ് GM UP സ്കൂളിലെ ഏതാനും ക്ലാസുകൾ നടക്കുന്നത്. ഏത് സമയത്തും ഇത് പൊളിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ബസ്, ഇവിടെ കാണുന്ന ഈ ബസ്, ഇത് പ്രവാസികളുടെയും നാട്ടുകാരുടെയും ഔദാര്യം കൊണ്ട് പിരിവെടുത്ത് ഉണ്ടാക്കിയ ഒരു ബസ്സാണ്. ഒരു ബസ് പോലും സർക്കാർ ഈ സ്കൂളിന് അനുവദിച്ചിട്ടില്ല. ഈ പഴയ കെട്ടിടം മാറ്റി നല്ലൊരു ബിൽഡിംഗ് സർക്കാർ അനുവദിച്ചു തരണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ നാട്ടുകാരായ ഞങ്ങൾ കേണപേക്ഷിക്കും. പാഠ്യപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, ലബോറട്ടറി, ലൈബ്രറി എന്നിവയ്ക്ക് ആവശ്യമായ സ്ഥല സൗകര്യങ്ങളും സ്കൂളിലില്ല. പുതിയ കെട്ടിടം പണിയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് PTA യുടെ ആവശ്യം. ന്യൂസ് മലയാളം, കോഴിക്കോട്.